ഹലോ. നമ്മുടെ ദീപാവലി ദിവസമാണെങ്കിൽ നമുക്കത് വൈകിട്ട് ദീപാവലി പടക്കമൊക്കെ പൊട്ടിക്കില്ല. അങ്ങനെ വൈകുന്നേരം 7 മണിയാകാൻ കാത്തിരുന്ന് ഞങ്ങളെല്ലാ വീടുകളിലും ദീപമൊക്കെ തെളിയിച്ച് നമ്മളപ്പുറത്തെ വീട്ടിലെല്ലാവരും മുറ്റത്തൊക്കെ ദീപം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിടാം. അങ്ങനെ പടക്കങ്ങളെല്ലാം മേടിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് മേടിച്ചിട്ട് നമ്മളതെല്ലാം ഇങ്ങനെ കവറുകൾ പൊട്ടിച്ച് വിടും. പക്ഷേ ഈ പടക്കം വെച്ചതിൻ്റെ അടുത്ത് തന്നെ ദീപം വെച്ചിട്ടുണ്ടായിരുന്നു. കാർത്തിക ദീപം തെളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ ഷൂ എന്നൊരു സൗണ്ട് മാത്രം കേൾക്കേണ്ടി വന്നേനെ. ഞാൻ ലാസ്റ്റ് അവിടെ നിന്നെല്ലാം മാറ്റി വെച്ചിട്ടു നമ്മളിങ്ങനെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ടു. അങ്ങനെ താണ്ട് പൂത്തിരി കത്തിക്കുകയാണ്. പൂത്തിരി കത്തിച്ചപ്പം പൂത്തിരി എന്തായാലും കത്തി. പക്ഷേ കത്തി വന്നപ്പോൾ തന്നെ അതിൻ്റെ ഇത് തെറിച്ച് കൈ പൊള്ളി കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചില്ല പൂത്തിരി കത്തിക്കുന്ന തിരക്കിൽ. അങ്ങനെ നമ്മൾ ദീപാവലി പൂത്തിരി എല്ലാം കത്തിച്ചു. ഇപ്പുറത്തോട്ട് വെക്കാൻ ഞാൻ അവിടെ കട്ടിങ് ഉണ്ട്, കറങ്ങത്തില്ലത്, അല്ല തിരിഞ്ഞ്. പിന്നെ നമ്മൾ കാറെടുത്ത് വെളിയിട്ടിട്ട് പോർച്ചിൽ തന്നെ ചക്രമൊക്കെ കറക്കാൻ വേണ്ടി നോക്കി കേട്ടോ. അങ്ങനെ നമ്മൾ ചക്രത്തിൻ്റെ ഒരു പ്രതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് കത്തുന്നുണ്ട്, ചിലത് കത്തുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് പടക്കം പൊട്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് പടക്കം പൊട്ടിക്കുകയാണ്. കുറച്ച് നേരം നമ്മൾ ഓരോരോ പടക്കങ്ങൾ ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിച്ചു. പക്ഷേ മെഴുകുതിരിയാണോ പോകുന്നത് പടക്കമാണോ പോകുന്നതെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പടക്കമൊക്കെ പൊട്ടിച്ചു. നല്ലതായിരുന്നു ദീപാവലി. നല്ലതുപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു. എല്ലാവരുടെ ഒരു വീട്ടുമുറ്റത്ത് പോയി എല്ലാവരും എൻജോയ് ചെയ്തായിരുന്നു. അതങ്ങ് തട്ടി ഇങ്ങോട്ടെങ്കിലും ഇങ്ങോട്ട് വിട്. കണ്ണെല്ലാം മിങ്ങി തീർന്നോ? അടിപൊളി. അതെ, ഇത് ഇളകിയിരിക്കുവായിരുന്നു. അങ്ങനെ കത്തു. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ മിന്നൂസിന് പടക്കം പൊട്ടിക്കാൻ പേടിയതല്ല. മിന്നൂസ് നമ്മൾ ഇട്ടാപ്പൊട്ടിയായിട്ടാണ് പൊട്ടിച്ചത്. അങ്ങനെ മിന്നൂസ് ഇട്ടാപ്പൊട്ടി ഒരുക്കിയിരിക്കുന്ന ഇടയുടെ സൈഡിൽ കൂടെ തന്നെ എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് ആസ്വദിക്കുക കേട്ടോ. എന്നിട്ട് പൊട്ടത്തില്ലേ? സൗണ്ടാ ഇപ്പൊ ഉണ്ടോ? ഇതേപോലെ പിന്നെ കൈയും കണി എന്തിനാ അവിടെ പോലും ഇല്ല. തലയിലൊക്കെ വന്നിരിക്കുന്നു. ഇങ്ങനെ പൊട്ടിക്കുന്നറിയോ? ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. അങ്ങനെ പടക്കങ്ങളും പട്ടാസുകളും എല്ലാം പൊട്ടിച്ചതിന് ശേഷം ലാസ്റ്റ് കുറേ പുത്തിരി എടുത്ത് എല്ലാവരുടെ കയ്യിലും കൊടുത്തു. ഞങ്ങൾ ദീപാവലി അങ്ങനെ ഭയങ്കര ആഘോഷപൂർണ്ണമാക്കിയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. പടക്കങ്ങളും പട്ടാസുകളും എല്ലാം കുഞ്ഞുങ്ങൾക്കെല്ലാം പൂത്തിരി വേണമെന്നും പറയുന്നത്. അങ്ങനെ അവരെ നമ്മൾ സന്തോഷമാക്കി. അങ്ങനെ നമ്മുടെ കിച്ചുമോനും പൂത്തിരി വെച്ച് കളിക്കാൻ തുടങ്ങി കേട്ടോ. ഓക്കെ, ബൈ.